وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിനു വേണ്ടി പാപമോചനമർത്ഥിച്ചതോ അത് അദ്ദേഹം പിതാവിനോട് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ പേരിൽ മാത്രമായിരുന്നു. എന്നാൽ പിതാവ് ദൈവത്തിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹം അയാളെ പാടെ പരിത്യജിച്ചു. സത്യമെന്തെന്നാൽ ഇബ്രാഹിം വളരെയേറെ പശ്ചാത്തപിക്കുന്നവനും കനിവുള്ള സഹനശീലനുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുദൈവാരാധകനായ പിതാവുമായി ബന്ധം വേർപെടുത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു: അങ്ങേക്ക് സലാം, അങ്ങേക്ക് മാപ്പ് തരാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാം, അവൻ എന്നോട് ഏറെ കനിവുറ്റവനാകുന്നു. മറിയം സൂക്തം 47. ഞാൻ തീർച്ചയായും അങ്ങയുടെ പാപമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ അള്ളാഹുവിൽ നിന്ന് അങ്ങേക്ക് എന്തെങ്കിലും നേടിത്തരിക എന്റെ കഴിവിൽപ്പെട്ടതല്ല. അൽ മുംതഹിന സൂക്തം 4. ഈ വാഗ്ദാനത്തെ ആസ്പദമാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനു വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു: എന്റെ പിതാവിന് മാപ്പ് കൊടുക്കണമേ, നിശ്ചയം അദ്ദേഹം വഴിപിഴച്ചവരുടെ കൂട്ടത്തിലാകുന്നു. പുനരുത്ഥാന നാളിൽ എന്നെ നിന്ദിക്കാതിരുന്നാലും ശുദ്ധഹൃദയനായി വന്നവനല്ലാതെ രക്ഷയില്ലാത്ത, സമ്പത്തോ സന്തതികളോ പ്രയോജനപ്പെടാത്ത നാളിൽ. അശ്ശുഅറാ സൂക്തം 86 മുതൽ 89 വരെ. ഈ പ്രാർത്ഥന ആദ്യമേ അത്യന്തം കരുതലോടുകൂടിയ സ്വരത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ഇബ്രാഹീമിന് കാര്യം ബോധ്യമായപ്പോൾ അതിൽ നിന്ന് പോലും പിൻവാങ്ങുകയാണുണ്ടായത്. പരസ്യമായി ദൈവത്തെ ധിക്കരിക്കുകയും ദൈവിക ദീനിനോട് കടുത്ത ശത്രുത പുലർത്തുകയും ചെയ്തിരുന്ന ആളായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവായിരുന്ന ആസർ. അയാൾക്ക് വേണ്ടിയാണ് താൻ ദൈവകാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഇബ്രാഹിം നബി കൂറുള്ള സത്യവിശ്വാസിക്ക് ചേർന്ന വിധം ധിക്കാരിയോടുള്ള അനുഭാവത്തിൽ നിന്ന് വ്യക്തമായി വിരമിക്കുകയുണ്ടായി. ആ ധിക്കാരി തന്നെ ലാളിച്ചു വളർത്തിയ പിതാവായിരുന്നിട്ട് പോലും ഈ സംഭവത്തിലേക്കാണ് ഇവിടെ സൂചന. ഇവിടെ അവ്വാഹ്, ഹലീം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അവ്വാഹ് എന്നാൽ നെടുവീർപ്പിടുന്നവൻ, വിലപിക്കുന്നവൻ, ഭയപ്പെടുന്നവൻ, ദുഃഖിതൻ, ഖേദിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. ആത്മനിയന്ത്രണമുള്ളവനാണ് ഹലീം എന്ന് പറയുക. ഹലീം കോപത്തിലും ശത്രുതയിലും പരിധിവിടുകയില്ല. സ്നേഹസൗഹൃദത്തിലും ഹൃദയബന്ധത്തിലും മിതത്വം വെടിയുകയില്ല. രണ്ടു പദവും ഇവിടെ ദ്വയാർത്ഥ സൂചകമാണ്. ഇബ്രാഹിം നബി പിതാവിനു വേണ്ടി മാപ്പിനപേക്ഷിച്ചു. എന്തെന്നാൽ അദ്ദേഹം അതീവ ഹൃദയാലുവായിരുന്നു. പിതാവ് നരകത്തിന്റെ വിറകായിത്തീരുമോ എന്ന ചിന്തയിൽ അദ്ദേഹം വിറകൊണ്ടു. എന്നാൽ അദ്ദേഹം അങ്ങേയറ്റം അവധാനശീലനും വിവേകശാലിയും കൂടിയായിരുന്നു. തന്നെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ പിതാവ് നടത്തിയ മർദ്ദനമുറകളെല്ലാം സഹിച്ച് പിതാവിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നാൽ തന്റെ പിതാവ് ദൈവത്തിന്റെ ശത്രുവാണെന്ന് കണ്ടപ്പോൾ നിസ്സങ്കോചം അയാളെ പരിത്യജിക്കുകയും ചെയ്തു. കാരണം ഇബ്രാഹിം ദൈവഭക്തനായിരുന്നു. പിതൃസ്നേഹത്തിൽ പോലും പരിധി വിടുമായിരുന്നില്ല. وما كان الله ليضل قوما بعد إذ هداهم حتى يبين لهم ما يتقون إن الله بكل شيء عليم. ജനങ്ങൾക്ക് സന്മാർഗം നൽകിയതിനു ശേഷം അവർ വർജിക്കേണ്ടത് ഏതെല്ലാം സംഗതികളാണെന്ന് വ്യക്തമാക്കി കൊടുക്കാതെ വഴിതെറ്റിക്കുക എന്നത് അള്ളാഹുവിന്റെ ചര്യയല്ല. സത്യത്തിൽ സകല സംഗതികളെക്കുറിച്ചും അള്ളാഹുവിന് ജ്ഞാനമുണ്ട്. അതായത് ജനങ്ങൾ ഏതെല്ലാം ചിന്താഗതികളിൽ നിന്നും കർമ്മമാർഗങ്ങളിൽ നിന്നുമാണ് വിട്ടുനിൽക്കേണ്ടതെന്ന് അള്ളാഹു ആദ്യമേ വ്യക്തമാക്കി കൊടുക്കുന്നു. എന്നിട്ടും അവർ പിന്തിരിയാതെ അബദ്ധമായ ചിന്താഗതിയിലും കർമ്മസരണിയിലും തന്നെ ശഠിച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ ഹിദായത്തിൽ നിന്നും മാർഗദർശനത്തിൽ നിന്നും അള്ളാഹു ഒഴിവാകുന്നു. അവർ പോകാൻ ആഗ്രഹിക്കുന്ന അബദ്ധമാർഗത്തിൽ അവരെ വിട്ടേക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒരു പൊതു തത്വമടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യനെ സന്മാർഗിയാക്കുന്നതും ദുർമാർഗിയാക്കുന്നതും അള്ളാഹുവിന്റെ പ്രവർത്തനമായി വിവരിച്ചിട്ടുള്ളതിന്റെ പൊരുൾ ഈ തത്വത്തിലൂടെ നല്ല പോലെ മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു സന്മാർഗത്തിലാക്കുക എന്നാൽ അർത്ഥം ഇതാണ്:
ശരിയായ ചിന്താഗതിയുടെ കർമ്മരീതി അള്ളാഹു അവന്റെ ദൂതന്മാരിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ജനങ്ങളുടെ മുമ്പാകെ വ്യക്തമായി സമർപ്പിക്കുന്നു. അനന്തരം സന്മാർഗത്തിൽ ചരിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് അതിനുള്ള തൗഫീക്കും സന്മനസ്സും നൽകുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ ദുർമാർഗത്തിലാക്കുക എന്നതിന്റെ താൽപര്യമിതാണ്. അള്ളാഹു അറിയിച്ചുകൊടുത്ത ശരിയായ വിചാരരീതിക്കും കർമ്മമാർഗത്തിനുമെതിരായി ചരിച്ചേ തീരൂ എന്ന് നിർബന്ധമുള്ളവരെയും നേർവഴി നടക്കാൻ ആഗ്രഹിക്കാത്തവരെയും അവൻ ബലാത്കാരം നേർമാർഗികളാക്കുകയില്ല. മറിച്ച് അവർ പോകാൻ ആഗ്രഹിക്കുന്ന മാർഗത്തിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നർത്ഥം. ഇക്കാര്യം ഈ പ്രഭാഷണ പരമ്പരയിൽ പരാമർശിച്ചതിന്റെ ഔചിത്യമെന്തെന്ന് മുൻ പ്രഭാഷണവും തുടർന്നുള്ള പ്രഭാഷണവും ശ്രദ്ധിച്ചാൽ എളുപ്പം മനസ്സിലാവും. ഒരു തരത്തിൽ ഇതൊരു ഉദ്ബോധനമാണ്. മുൻ പ്രഭാഷണത്തിന്റെ യുക്തിസഹമായ സമാപനമായും തുടർന്നുള്ള പ്രഭാഷണത്തിന്റെ ആമുഖമായും വർത്തിക്കുന്നുണ്ടിത്. ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിന്റെ മാത്രം ഹസ്തത്തിലാണല്ലോ. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവൻ തന്നെ. അവനല്ലാതെ നിങ്ങൾക്കൊരു രക്ഷകനും സഹായിയുമില്ല തന്നെ. ലഖദ് താബ അല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. പ്രവാചകനും പ്രതിസന്ധിഘട്ടത്തിൽ അദ്ദേഹത്തിന് കൂട്ടുനിന്ന മുഹാജിറുകൾക്കും അൻസ്വാറുകൾക്കും അള്ളാഹു പൊറത്തുകൊടുത്തിരിക്കുന്നു. അവരിൽ ചിലയാളുകളുടെ മനസ്സുകൾ വ്യതിചലിച്ചു പോകാറായിരുന്നുവെങ്കിലും വ്യതിചലിക്കാതെ പ്രവാചകന്റെ കൂടെ തന്നെ നിന്നതിനാൽ അള്ളാഹു അവർക്ക് മാപ്പരുളി. നിസ്സംശയം അവരോടുള്ള അവന്റെ സമീപനം കൃപയുടെയും കാരുണ്യത്തിന്റേതുമാകുന്നു. തബൂക്ക് യുദ്ധവിഷയകമായി നബി തിരുമേനിയിൽ നിന്നും സ്വഹാബികളിൽ നിന്നും വന്നുപോയ ചില്ലറ വീഴ്ചകളെല്ലാം അവരുടെ ഉയർന്ന സേവനങ്ങളെ മുൻനിർത്തി അള്ളാഹു മാപ്പാക്കിയിരിക്കുന്നു എന്നർത്ഥം. നബി തിരുമേനിയിൽ നിന്നുണ്ടായ വീഴ്ചയെപ്പറ്റി സൂക്തം 43 പരാമർശിച്ചിട്ടുണ്ട്. കഴിവുണ്ടായിരുന്നിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കാൻ അനുവാദം ചോദിച്ചവർക്ക് അനുവാദം നൽകിയതായിരുന്നു അത്. നല്ലവരായ സ്വഹാബികളിൽ ചിലർ പോലും ആ ദുർഘട സന്ദർഭത്തിൽ യുദ്ധത്തിന് പോവാതിരിക്കാൻ ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ ഹൃദയത്തിൽ സത്യവിശ്വാസം സൂക്ഷിക്കുന്നവരും ആത്മാർത്ഥമായി സത്യദീനിനെ സ്നേഹിക്കുന്നവരുമാണവർ. അതിനാൽ ഒടുവിൽ സ്വന്തം ദൗർബല്യത്തെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ഹൃദയത്തിൽ വക്രതയുടെ ലാഞ്ചനയുണ്ടായതിന്റെ പേരിൽ ഇനി അള്ളാഹു അവരെ ചോദ്യം ചെയ്യുകയില്ല. മനുഷ്യൻ അവന്റെ വീഴ്ച സ്വയം പരിഹരിച്ചാൽ പിന്നെ അള്ളാഹു അവനെതിരെ നടപടിയെടുക്കുകയില്ല എന്നതുതന്നെ കാരണം. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. തീരുമാനം നിർത്തിവെക്കപ്പെട്ടിരുന്ന ആ 3 ആളുകൾക്കും അവൻ പുറത്തുകൊടുത്തിരിക്കുന്നു. ഭൂമി അതിന്റെ എല്ലാ വിശാലതയോടും കൂടി അവർക്ക് കുടുസായി അനുഭവപ്പെട്ടു. സ്വന്തം ആത്മാക്കൾ പോലും ദുർവഹമായി തീർന്നു. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ തന്നെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ബോധ്യമാവുകയും ചെയ്തു. അപ്പോൾ പശ്ചാത്തപിച്ചു മടങ്ങേണ്ടതിന് അള്ളാഹു തന്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിഞ്ഞു. നിശ്ചയം അവൻ ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് മദീനയിൽ മടങ്ങിയെത്തിയപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നവർ ഒഴികഴിവ് ബോധിപ്പിക്കാനായി വന്നു.
അവരിൽ 80-ലധികം പേർ കപടവിശ്വാസികളായിരുന്നു. 3 പേർ സത്യവിശ്വാസികളും. കപടന്മാർ കള്ളക്കാരണങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരുന്നു. തിരുമേനി അതെല്ലാം സ്വീകരിച്ചുകൊണ്ടുമിരുന്നു. തുടർന്നു വന്ന 3 സത്യവിശ്വാസികൾ സ്വന്തം വീഴ്ച വ്യക്തമായി ഏറ്റുപറയുകയാണുണ്ടായത്. തിരുമേനി അവരെ സംബന്ധിച്ച തീരുമാനം മാറ്റിവെച്ചു. അള്ളാഹുവിന്റെ വിധി വരുന്നതുവരെ അവരുമായി ഒരു സാമൂഹിക ബന്ധവും പാടില്ലെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രശ്നത്തിലെ അന്തിമ തീരുമാനമായിട്ടാണ് ഈ സൂക്തം അവതരിച്ചത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. 105-ാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ നാം സൂചിപ്പിച്ച 7 പേരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ 3 പേരുടെ പ്രശ്നം. ആ 7 പേർ വിചാരണയ്ക്ക് മുമ്പ് തന്നെ സ്വയം ശിക്ഷിച്ചിരുന്നു. കഅബ് ബിനു മാലിക്, ഹിലാൽ ബിനു ഉമയ്യത്ത്, മുറാറത്ത് ബിനു റുബൈഅ് എന്നിവരാണ് ഇവിടെ പറയുന്ന 3 പേർ. നേരത്തെ വ്യക്തമാക്കിയ 3 പേരും യഥാർത്ഥ വിശ്വാസികളായിരുന്നു. മുമ്പ് പല പ്രാവശ്യം ആത്മാർത്ഥത തെളിയിച്ചിരുന്നു, ത്യാഗങ്ങൾ വരിച്ചിരുന്നു. ഒടുവിലത്തെ 2 പേർ ബദർ യോദ്ധാക്കളിൽപ്പെടുന്നു. ബദരീങ്ങളുടെ സത്യവിശ്വാസം സംശയാതീതമാണല്ലോ. ആദ്യം പറഞ്ഞ ദേഹമാകട്ടെ ബദരീങ്ങളിൽ പെട്ടിരുന്നില്ലെങ്കിലും മറ്റെല്ലാ യുദ്ധങ്ങളിലും നബി തിരുമേനിയോടൊപ്പം പങ്കെടുത്തിരുന്നു. ഈ സേവന പാരമ്പര്യമെല്ലാം ഉണ്ടായിരുന്നിട്ടും കഴിവുള്ള എല്ലാ സത്യവിശ്വാസികളും യുദ്ധത്തിന് പുറപ്പെടണമെന്ന ആജ്ഞ ലഭിച്ച നിർണായക ഘട്ടത്തിൽ അവർ കാണിച്ച അലസതയും അലംഭാവവും കർശനമായി കണക്കിലെടുക്കപ്പെട്ടു. നബി തിരുമേനി തബൂക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുസ്ലിങ്ങൾ ആ 3 പേരുമായി സലാം ചൊല്ലുകയോ സംസാരിക്കുകയോ അരുതെന്ന് വിളംബരം ചെയ്തു. 40 ദിവസത്തിനു ശേഷം സ്വപത്നിമാർ അവരിൽ നിന്ന് വേറിട്ടു നിൽക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. മദീനയിൽ അവർ അനുഭവിച്ച സ്ഥിതിവിശേഷത്തിന്റെ ചിത്രമാണ് ഈ സൂക്തത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഒടുവിൽ അവർക്ക് 50 ദിവസത്തെ നിസ്സഹകരണത്തിന് ശേഷം മാപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ കൽപ്പന ഇറങ്ങി. 3 ഒരാളായ കഅബ് ബിനു മാലിക് അത്യന്തം ഗുണപാഠം ഉൾക്കൊള്ളുന്ന തന്റെ കഥ സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. വാർദ്ധക്യകാലത്ത് അന്ധനായി തീർന്നപ്പോൾ കഅബിനെ കൈപിടിച്ചുകൊണ്ടു നടന്നിരുന്ന പുത്രൻ അബ്ദുള്ളയ്ക്ക് അദ്ദേഹം ആ കഥ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു. നബി തിരുമേനിയും മുസ്ലിങ്ങളും തബൂക്ക് യുദ്ധസന്നാഹത്തിൽ വ്യാപൃതരായിരിക്കെയാണ്. യുദ്ധത്തിൽ പങ്കുകൊള്ളാൻ തിരുമേനി മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഞാൻ മനസ്സിൽ കരുതും. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുന്നതോടെ അലസത ബാധിക്കും. ഇപ്പോഴേ എന്തു ചെയ്യാൻ, പുറപ്പെടാനാകുമ്പോൾ ഒരുങ്ങിയാൽ മതിയല്ലോ. ഇങ്ങനെ സമാധാനിച്ച് ദിവസങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ സൈന്യം പുറപ്പെടാൻ സമയമായി. അപ്പോഴും ഞാൻ ഒട്ടും ഒരുങ്ങിയിരുന്നില്ല. സൈന്യം പുറപ്പെടട്ടെ, അവർ തബൂക്കിലെത്തുന്നതിന് മുമ്പ് 1-2 നാൾക്കകം അവരോടൊപ്പം ചേരാമെന്ന് മനസ്സിൽ കരുതി. പിന്നെയും ആ നശിച്ച അലസത പിടികൂടി. അങ്ങനെ സമയമങ്ങ് കഴിഞ്ഞുപോയി. ഈ ദിവസങ്ങളിൽ മദീനയിലെ താമസം എന്നെ അതീവ ദുഃഖിതനാക്കി. കാരണം കപടവിശ്വാസികളോ അള്ളാഹു ഒഴികഴിവ് നൽകിയ ദുർബലരോ മാത്രമേ എന്നോടൊപ്പം അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. തിരുമേനി തബൂക്കിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ പതിവ് പോലെ ആദ്യം പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നെ ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്കിരുന്നു. കപടവിശ്വാസികൾ തിരുസന്നിധിയിൽ ചെന്ന് നീണ്ട ഒഴികഴിവുകൾ ആണയിട്ട് ബോധിപ്പിച്ചു തുടങ്ങി. അവർ 80-ൽ പരം പേരുണ്ടായിരുന്നു. തിരുമേനി അവരിൽ ഓരോരുത്തരുടെയും വ്യാജമൊഴികൾ കേട്ടുകൊണ്ടിരുന്നു. പ്രത്യക്ഷത്തിലുള്ള ഒഴികഴിവുകൾ അംഗീകരിക്കുകയും അവയുടെ ആന്തരസത്യം അള്ളാഹുവിങ്കൽ അർപ്പിച്ച് അവർക്കു വേണ്ടി മാപ്പിനർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ എന്റെ ഊഴം വന്നു. ഞാൻ മുന്നോട്ട് ചെന്ന് സലാം ചൊല്ലി. തിരുമേനി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വരൂ, താങ്കൾക്കെന്തായിരുന്നു തടസ്സം? ഞാൻ ബോധിപ്പിച്ചു, അള്ളാഹുവാണ് സത്യം. ലോകരിൽ മറ്റാരുടെയെങ്കിലും മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഒരു കാരണം കെട്ടിച്ചമച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. വാക്ചാതുര്യത്തിൽ ഞാൻ മോശമല്ല. പക്ഷെ ഇപ്പോൾ വല്ല വ്യാജകാരണവും സമർപ്പിച്ച് തൽക്കാലം അങ്ങയെ സംതൃപ്തനാക്കിയാൽ തന്നെയും ഭാവിയിൽ തീർച്ചയായും അള്ളാഹു എന്റെ നേരെ അങ്ങയെ അതൃപ്തനാക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ സത്യം പറയുന്ന പക്ഷം തൽക്കാലം അങ്ങ് അതൃപ്തനായാലും ഭാവിയിൽ എനിക്ക് മാപ്പിനുള്ള ഒരു വഴിയും അള്ളാഹു ഉണ്ടാക്കിത്തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യത്തിൽ എനിക്ക് ഒരു കാരണവും സമർപ്പിക്കാനില്ല. യുദ്ധത്തിന് പോകാൻ എനിക്ക് ശരിക്കും കഴിവുണ്ടായിരുന്നു. ഇത് കേട്ട് തിരുമേനി അരുളി, ഇദ്ദേഹമാണ് സത്യം പറഞ്ഞത്. ശരി, താങ്കൾക്ക് പോകാം. അള്ളാഹു പ്രശ്നത്തിന് വല്ല തീരുമാനവും ഉണ്ടാക്കുന്നതുവരെ കാത്തിരിക്കുക. ഞാൻ എഴുന്നേറ്റു. സ്വന്തം ഗോത്രക്കാരുടെ കൂട്ടത്തിൽ പോയിരുന്നു. അവരെല്ലാം എന്റെ പിന്നാലെ കൂടി. എന്തെങ്കിലും ഒരു കാരണം പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ എന്നെ ശകാരിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം കേട്ട് മനസ്സൽപ്പം പതറിപ്പോയി. വീണ്ടും തിരുസന്നിധിയിൽ ചെന്ന് വല്ല ഒഴികഴിവുമുണ്ടാക്കി അവതരിപ്പിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. എന്നാൽ നല്ലവരായ മറ്റു 2 പേരായ മുറാറത്ത് ബിനു റുബൈഅ്,
ഹിലാലുബിൻ ഉമയ്യത്ത് എന്നിവർ എന്നെപ്പോലെ സത്യം തന്നെയാണ് പറഞ്ഞതെന്നറിവായപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഞങ്ങൾ മൂവരുമായി ആരും സംസാരിക്കരുതെന്ന് നബി തിരുമേനി പൊതുകൽപ്പന നൽകി. അവർ രണ്ടുപേരും ദുഃഖഭാരത്താൽ വീട്ടിലിരിപ്പായി. ഞാൻ പുറത്തുപോയി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കുകൊള്ളുകയും തിരുവീഥികളിൽ സഞ്ചരിക്കുകയും ചെയ്തു. എന്നാൽ ഒരാളും എന്നോട് ഒരക്ഷരമുരിയാടിയില്ല. നാടാകെ മാറിപ്പോയെന്ന് തോന്നി. ഞാൻ വെറുമൊരു അന്യൻ. എന്നെ അറിയുന്ന ഒരാളും ഇവിടെയില്ല. പള്ളിയിൽ നമസ്കാരത്തിന് പോയാൽ പതിവ് പോലെ നബിക്ക് സലാം ചൊല്ലും. സലാം മടക്കാനായി അവിടുന്ന് ചുണ്ടനക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കും. നമസ്കാരത്തിൽ ഞാൻ തിരുമേനിയെ ഇടം കണ്ണിട്ട് നോക്കും, അവിടുത്തെ ഭാവം എന്തെന്നറിയാൻ. ഞാൻ നമസ്കാരത്തിലേർപ്പെട്ടാൽ അവിടുന്ന് എന്നെ നോക്കുമായിരുന്നു. സലാം വീട്ടുന്നതോടെ എന്നിൽ നിന്ന് ദൃഷ്ടി തിരിച്ചു കളയുകയും ചെയ്യും. നിസ്സഹകരണം നീണ്ടുപോയി. ഒരു ദിവസം ഞാൻ എന്റെ പിതൃവ്യപുത്രനും ബാല്യകാല സുഹൃത്തുമായ അബൂ ഖതാദയുടെ അടുത്തു ചെന്നു. വളപ്പിന്റെ മതിലിൽ കയറി അയാൾക്ക് സലാം ചൊല്ലി. പക്ഷേ ആ സുഹൃത്തും സലാം മടക്കിയില്ല. അല്ലയോ അബൂ ഖതാദ, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് താങ്കൾക്കറിഞ്ഞുകൂടെ? തൊണ്ടയിടറിക്കൊണ്ട് ഞാൻ ചോദിച്ചു. പക്ഷേ അദ്ദേഹം മൗനം പാലിച്ചതേയുള്ളൂ. ഞാൻ ചോദ്യം ആവർത്തിച്ചു. എന്നിട്ടും അദ്ദേഹം നിശബ്ദനായിരുന്നു. മൂന്നാം പ്രാവശ്യവും അള്ളാഹുവിനെ മുൻനിർത്തി അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ ദൂതനും അറിയാം. ഇത്രയുമായപ്പോൾ കണ്ണീർ കണങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മതിലിറങ്ങിപ്പോന്നു. ഇതേ കാലത്ത് മറ്റൊരു സംഭവമുണ്ടായി. ഞാൻ മദീനയിലെ തെരുവീഥിയിലൂടെ നടന്നു പോവുകയായിരുന്നു. സിറിയയിലെ നബ്തികളിലൊരാൾ എന്നെ വന്നു കണ്ടു. അദ്ദേഹം ഗസാൻ രാജാവിന്റെ വക പട്ടിൽ പൊതിഞ്ഞ ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചു. തുറന്നു വായിച്ചു നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുന്നു, താങ്കളുടെ നേതാവ് താങ്കളെ കൈവെടിഞ്ഞതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ തള്ളപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ ചെയ്യേണ്ട ആളല്ല താങ്കൾ. അതുകൊണ്ട് താങ്കളെ നാം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്തേക്ക് വരിക. താങ്കൾക്ക് അർഹമായ സ്ഥാനം ലഭിക്കും. ഇത് മറ്റൊരു പരീക്ഷണമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞുപോയി. കത്ത് അടുപ്പിലെറിയുകയും ചെയ്തു. 40 ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഭാര്യയെ വിട്ടുനിൽക്കണമെന്ന കൽപ്പനയുമായി നബിയുടെ ദൂതൻ വന്നു. വിവാഹമോചനമാണോ ഉദ്ദേശ്യമെന്ന് ഞാൻ ചോദിച്ചു. വേറിട്ട് നിന്നാൽ മതിയെന്നാണ് മറുപടി ലഭിച്ചത്. അള്ളാഹു പ്രശ്നത്തിൽ ഒരു തീരുമാനം കൽപ്പിക്കുന്നതുവരെ ഭാര്യയോട് സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ ഞാൻ പറഞ്ഞു. നിസ്സഹകരണത്തിന്റെ 50-ാം ദിവസം പ്രഭാത നമസ്കാരാനന്തരം അസഹനീയമായ ദുഃഖഭാരവുമായി ഞാൻ വീടിന്റെ തട്ടിലിരിക്കുകയായിരുന്നു. പെട്ടെന്നതാ ഒരു ശബ്ദം, കഅബ് ഇബ്നു മാലിക്, സന്തോഷിച്ചുകൊള്ളുക. അത് കേട്ടതും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്തു. എനിക്ക് മാപ്പരുളിക്കൊണ്ടുള്ള കൽപ്പന വന്നതായി ഞാൻ മനസ്സിലാക്കി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. ഓരോരുത്തരും ഞാൻ മുമ്പേ എന്ന് മത്സരിച്ച് എന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നു. എന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ട സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരെ മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടു. തിരുമേനിയുടെ മുഖം സന്തോഷാതിരേകത്താൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ സലാം ചൊല്ലി അവിടുന്ന് പ്രതിവചിച്ചു, സന്തോഷിച്ചുകൊള്ളുക, ഇന്നു നിന്റെ ജീവിതത്തിലെ മഹത്തായ ദിവസമാണ്. എനിക്കുള്ള മാപ്പ് തിരുമേനിയിൽ നിന്നോ അതോ അള്ളാഹുവിങ്കൽ നിന്നു തന്നെയോ? ഞാൻ ചോദിച്ചു. അള്ളാഹുവിങ്കൽ നിന്നു തന്നെ, അവിടുന്ന് പ്രതിവചിച്ചു. നാം ഓതിവെച്ച ഖുർആൻ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കുകയും ചെയ്തു. എന്റെ പശ്ചാത്താപത്തിന്റെ ഭാഗമായി എനിക്കുള്ള മുഴുവൻ സമ്പത്തും ദൈവമാർഗത്തിൽ നീക്കിവെക്കാൻ തീരുമാനിച്ചതായി തിരുമേനിയെ ഞാൻ അറിയിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കുറച്ചു ഭാഗം നിനക്കായി നീക്കിവെക്കുക, അതാണ് ഉത്തമം. ഈ നിർദ്ദേശപ്രകാരം ഖൈബറിലെ വിഹിതം ഞാൻ കൈവശം വെക്കുകയും ബാക്കിയെല്ലാം ദാനമായി നൽകുകയും ചെയ്തു. സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് മാപ്പ് ലഭിച്ചത്. ജീവിതകാലം മുഴുവൻ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുമെന്ന് അള്ളാഹുവോട് കരാർ ചെയ്തു. ആ കരാർ ഇന്നോളം ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇന്നുവരെ ബോധപൂർവം സത്യവിരുദ്ധമായി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മേലിലും അള്ളാഹു എന്നെ അതിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര സംഭവമാണിത്. ഓരോ സത്യവിശ്വാസിയും അവ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്, ഇസ്ലാമും കുഫറും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ഗൗരവ സ്വഭാവവും ജീവൽ പ്രാധാന്യവും അത് വ്യക്തമാക്കുന്നു. ആ വടംവലിയിൽ കുഫറിനെ സഹായിക്കുന്നതിരിക്കട്ടെ, ഇസ്ലാമിനെ സഹായിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് പോലും മഹാ അപരാധമാണ്. ദുരുദ്ദേശപൂർവമല്ല, ഉദ്ദേശ്യ ശുദ്ധിയോടെയാണെങ്കിലും, ജീവിതം മുഴുക്കെയല്ല, ഒരിക്കൽ മാത്രമാണെങ്കിൽ പോലും
അത്തരം വീഴ്ച ഒരാളുടെ മുഴുജീവിതത്തിലെ ആരാധനാ കർമ്മങ്ങളെയും മതഭക്തിയെയും അപകടപ്പെടുത്താൻ പര്യാപ്തമാണ്. എത്രത്തോളമെന്നാൽ ബദറിലും ഉഹദിലും അഹ്സാബിലും ഹുനൈനിലും കടുത്ത പോരാട്ടത്തിൽ ധീരതയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരും സദുദ്ദേശ്യത്തിലും സത്യവിശ്വാസത്തിലും അശേഷം സംശയിക്കാൻ നിർവാഹമില്ലാത്തവരുമായ ഉന്നതന്മാർ പോലും ഇവിടെ രക്ഷപ്പെടുകയില്ല. ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. കർത്തവ്യ നിർവഹണത്തിലുള്ള അലസത നിസ്സാര പ്രശ്നമല്ല എന്നതാണ് സുപ്രധാനമായ രണ്ടാമത്തെ കാര്യം. മഹാപാപങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന വീഴ്ചകൾ ചെയ്തു പോവാൻ പലപ്പോഴും അലസത കാരണമായി തീരും. അങ്ങനെ തെറ്റു സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദുരുദ്ദേശപൂർവകമല്ല എന്നതുകൊണ്ട് മാത്രം തെറ്റുകാരൻ രക്ഷപ്പെടുകയുമില്ല. ഇതിനെല്ലാം പുറമെ പ്രവാചകവര്യന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഉത്തമ സമൂഹത്തിന്റെ അന്തസത്തയെ നന്നായി അനാവരണം ചെയ്യുന്നുണ്ട് ഈ സംഭവം. ഒരു ഭാഗത്ത് കപടവിശ്വാസികൾ, അവരുടെ കുതന്ത്രങ്ങളും വഞ്ചനകളും പ്രസിദ്ധമാണ്. എന്നിട്ടും അവരുടെ പ്രത്യക്ഷത്തിലുള്ള ഒഴികഴിവുകൾ സ്വീകരിക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവരിൽ നിന്ന് ആത്മാർത്ഥത മുമ്പേ പ്രതീക്ഷിച്ചതല്ല. എന്നിട്ട് വേണ്ടേ അതില്ലാത്തതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ. മറുഭാഗത്ത് ഉത്തമ വിശ്വസ്തനായ ഒരു സത്യവിശ്വാസി, അദ്ദേഹത്തിന്റെ ത്യാഗസന്നദ്ധതയിൽ സംശയലേശമില്ല. അദ്ദേഹം വ്യാജോക്തികൾ കെട്ടിച്ചമയ്ക്കാതെ തെറ്റ് തുറന്നു സമ്മതിക്കുന്നു. എന്നിട്ടും അദ്ദേഹം കഠിനമായി ആക്ഷേപിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ സത്യവിശ്വാസത്തിൽ സംശയം ജനിച്ചതുകൊണ്ടല്ല, സത്യവിശ്വാസിയായിരിക്കെ കപടവിശ്വാസികൾക്ക് മാത്രം ചേർന്ന് പ്രവൃത്തി ചെയ്തതുകൊണ്ട്. അതെ, ഭൂമിയിലെ ഉപ്പാണ് നിങ്ങൾ. നിങ്ങളിലും ഉപ്പുരസമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉപ്പുണ്ടാവുക? ഈ സംഭവം ആകെ വീക്ഷിക്കുമ്പോൾ മറ്റു ചില സവിശേഷതകൾ ശ്രദ്ധേയമാണ്. നേതാവ് ശിക്ഷ നൽകുന്നതും അനുയായി ശിക്ഷ അനുഭവിക്കുന്നതും സമൂഹം ഒന്നാകെ അത് നടപ്പാക്കുന്നതുമായ രീതി നിസ്തുലവും ശ്ലാഘനീയവുമായിരിക്കുന്നു. ആരെ കൂടുതൽ പ്രശംസിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രയാസം. നേതാവ് കഠിനമായ ശിക്ഷ തന്നെ നൽകുന്നു, പക്ഷേ വിദ്വേഷത്തോടും വെറുപ്പോടും കൂടിയല്ല, പുത്രവത്സലനായ പിതാവിന്റെ അഗാധ സ്നേഹത്തോടുകൂടി. ആ ജ്വലിക്കുന്ന കണ്ണുകളുടെ ഒരു കോൺ സദാ വിളിച്ചോതുന്നു, മകനെ, നിന്നോട് ഒരു ശത്രുതയുമില്ല. നിന്റെ തെറ്റിനെ ചൊല്ലി നിന്റെ നന്മയോർത്ത് മനം നോവുകയാണ്. നീ നന്നാവുന്ന പക്ഷം ഈ ഹൃദയം നിന്നെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുന്നു. അനുയായിയാകട്ടെ ശിക്ഷയുടെ കാഠിന്യത്തിൽ പുളയുമ്പോഴും അനുസരണത്തിന്റെ നേർരേഖയിൽ നിന്ന് നിമിഷനേരം കാലിടറിപ്പോകുന്നില്ല. അഹന്തയുടെയും ദുശാഠ്യത്തിന്റെയും ലാഞ്ചന പോലും അയാളിൽ പ്രകടമാവുന്നില്ല. പരസ്യമായി ധിക്കാരത്തിന് മുതിരുന്നത് പോകട്ടെ, പ്രിയപ്പെട്ട നേതാവിനെതിരായി മനസ്സിന്റെ കോണിൽ ഒരാവലാതി പോലും ഉയരുന്നില്ല. മറിച്ച് നേതാവിനോടുള്ള സ്നേഹവായ്പിൽ കൂടുതൽ മുഴുകുകയാണ് ചെയ്യുന്നത്. 50 ദിവസത്തെ ശിക്ഷാകാലം മുഴുക്കെ അയാളുടെ ദൃഷ്ടികൾ അത്യധികം ഉത്കണ്ഠാപൂർവം അന്വേഷിച്ചത് ഒന്നു മാത്രമായിരുന്നു: നേതാവിന്റെ കണ്ണുകളുടെ ഒരു കോണിലെങ്കിലും തന്റെ നേർക്ക് അനുഭാവ സൂചനയുണ്ടോ എന്ന്. അതായിരുന്നു അയാളുടെ പ്രതീക്ഷയുടെ അന്തിമാവലംബം. കൃഷിഭൂമി വരണ്ടുണങ്ങിയ കർഷകൻ ആകാശത്തിന്റെ കോണിലെവിടെയോ പ്രത്യക്ഷപ്പെടുന്ന മേഘപാളിയിൽ കണ്ണുനട്ടിരിക്കുന്നത് പോലെ. ഇനി മുസ്ലിം സമൂഹത്തിലേക്ക് തിരിയുക. ആ വിസ്മയാവഹമായ അച്ചടക്കവും ധാർമ്മിക ചൈതന്യവും എത്രമേൽ ശ്ലാഘനീയം! നേതാവിൽ നിന്ന് ബഹിഷ്കരണ കൽപ്പന പുറപ്പെടേണ്ട താമസം സമൂഹമൊന്നായി കുറ്റവാളിയിൽ നിന്ന് ദൃഷ്ടി തിരിച്ചു കളയുന്നു. പരസ്യമായെന്നല്ല, രഹസ്യമായി പോലും ഉറ്റ ബന്ധുവോ ആത്മമിത്രമോ പോലും അയാളോട് സംസാരിക്കുന്നില്ല. സഹധർമ്മിണി കൂടി അകന്നു നിൽക്കുന്നു. തന്റെ ആത്മാർത്ഥതയിൽ വല്ല സംശയവുമുണ്ടോ എന്ന് കുറ്റവാളി അല്ലാഹുവെ മുൻനിർത്തി ചോദിക്കുമ്പോൾ ജീവിതകാലം അത്രയും തന്റെ ആത്മാർത്ഥതയിൽ വിശ്വാസമുണ്ടായിരുന്നവർ പോലും തുറന്നു പറയുന്നു, താങ്കളുടെ ആത്മാർത്ഥതയ്ക്ക് ഞങ്ങളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നും ദൈവദൂതനിൽ നിന്നുമാണ് സാക്ഷ്യപത്രം നേടേണ്ടതെന്ന്. ഇതായിരുന്നു ആ സമൂഹത്തിന്റെ അച്ചടക്ക മാതൃക. ഇനി അവരുടെ ധാർമ്മികമായ പക്വതയും ഔന്നത്യവും പരിശുദ്ധിയും കാണുക. ഒരാളുടെ പ്രശസ്തി ഇടിയുമ്പോഴേക്കും ശവം തീനികളെപ്പോലെ അദ്ദേഹത്തെ കടിച്ചു കീറാൻ അവർ ഒരുമ്പെടുന്നില്ല. മറിച്ച് ശിക്ഷാകാലം മുഴുവൻ സമൂഹത്തിലെ ഓരോ വ്യക്തിയും തന്റെ സഹോദരന് സംഭവിച്ച ആപത്തിൽ ദുഃഖിതനും അദ്ദേഹത്തെ വീണ്ടെടുത്ത് ആശ്ലേഷിക്കാൻ വെമ്പുന്നവരുമായി കഴിയുന്നു. മാപ്പിനെക്കുറിച്ച് പ്രഖ്യാപനം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ചെന്നു കാണാനും ആശംസകൾ അറിയിക്കാനും ഓടിയെത്തുന്നു. വിശുദ്ധ ഖുർആൻ ലോകത്ത് കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉത്തമ സമൂഹത്തിന്റെ മാതൃക ഇതത്രേ. ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ഓതിവെച്ച സൂക്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു:
ശിക്ഷാവിധേയരായ സഖാക്കൾക്ക് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ മാപ്പ് ലഭിച്ചതിനും പ്രഖ്യാപന ശൈലിയിൽ തുടിച്ചു നിൽക്കുന്ന സ്നേഹവാത്സല്യത്തിനും കാരണം അവരുടെ ആത്മാർത്ഥതയാണ്. 50 ദിവസത്തെ കഠിന ശിക്ഷയുടെ ഘട്ടത്തിൽ അവരത് തെളിയിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്ത ശേഷം ഗർവിഷ്ഠരാവുക, നേതാവിന്റെ അതൃപ്തിയിൽ അമർഷം പൂണ്ട് ധിക്കാരം പ്രകടിപ്പിക്കുക, ശിക്ഷ ലഭിച്ചപ്പോൾ അഹന്തയ്ക്ക് ക്ഷതമേറ്റ ആത്മപൂജകനെപ്പോലെ കലികൊള്ളുകയും ചെയ്യുക, ബഹിഷ്കരണകാലത്ത് സമൂഹത്തിൽ നിന്ന് വേറിട്ടു പോകുന്നത് സഹിച്ചാലും തങ്ങളുടെ വ്യക്തിത്വ വിഗ്രഹത്തിന് ക്ഷതമേൽക്കുന്നത് സഹ്യമല്ലെന്ന നിലപാട് സ്വീകരിക്കുക, ശിക്ഷാകാലം അത്രയും സമൂഹത്തിൽ ആശയക്കുഴപ്പം വളർത്താനും വിമതരെ തിരഞ്ഞുപിടിച്ച് പാട്ടിലാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിൽ മുഴുകുക തുടങ്ങിയ സമീപനങ്ങളാണ് അവർ സ്വീകരിച്ചതെങ്കിൽ മാപ്പ് നൽകുന്നതിനു പകരം അവരെ സമൂഹത്തിൽ നിന്ന് പുറത്തെറിയുകയായിരുന്നു ചെയ്യുക. അവർ സ്വയം ആഗ്രഹിച്ച ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. അതെ, അവരോട് പറയപ്പെടുമായിരുന്നു, കടന്നുപോകൂ, അഹന്തയാകുന്ന വിഗ്രഹത്തെ പൂജിക്കാനായി പുറത്തു പോകൂ. ദൈവവാക്യമുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ത്യാഗപരിശ്രമങ്ങളിൽ ഭാഗഭാക്കാകാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ല. എന്നാൽ അവർ മൂവരും ആ കൊടിയ പരീക്ഷണത്തിൽ പ്രസ്തുത മാർഗം തുറന്നു കിടപ്പുണ്ടായിരുന്നിട്ടും സ്വീകരിച്ചില്ല. അത് മുഖേന അവർ തെളിയിച്ചു, ഏകദൈവമല്ലാതെ ആരാധനയ്ക്കർഹനായി ഒന്നും തങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നില്ലെന്ന്. തങ്ങളുടെ മുഴു വ്യക്തിത്വവും ദൈവമാർഗത്തിലെ ത്യാഗപരിശ്രമങ്ങളിൽ ബലിയർപ്പിച്ചിരിക്കുന്നുവെന്ന്, എവിടേക്കും തിരിച്ചു പോകാൻ സാധ്യമല്ലാത്ത വിധം മടക്കത്തോണികൾ കത്തിച്ചുകൊണ്ടാണ് തങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ വന്നിട്ടുള്ളതെന്ന്. എന്തെന്ത് പാകപ്പിഴ പറ്റിയാലും ഇവിടെ തന്നെ മരിച്ചു മൺമറയും, മറ്റൊരിടത്തും പോകുന്ന പ്രശ്നമില്ല. ആ ഉന്നത പദവികളേക്കാൾ ഇവിടുത്തെ നിസ്സാരതയാണ് അഭികാമ്യം. ഇത്രയും മഹനീയമായ നിലപാട് പുലർത്തിയവരെ മാറോടണച്ച് ആശ്ലേഷിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? അതുകൊണ്ടാണ് അവർക്ക് മാപ്പ് നൽകിയപ്പോൾ വാത്സല്യ നിർഭരമായ വാക്കുകളിൽ പ്രസ്താവിച്ചത്. അവർ പശ്ചാത്തപിച്ചു മടങ്ങാനായി അള്ളാഹു കാരുണ്യപൂർവ്വം അവരിലേക്ക് മടങ്ങി. തെറ്റ് ചെയ്ത ദാസന്മാരിൽ നിന്ന് യജമാനൻ മുഖം തിരിച്ചുവെങ്കിലും അവരെങ്ങും ഓടിപ്പോയില്ല. തകർന്ന ഹൃദയവുമായി പടിവാതിൽക്കൽ തന്നെ കാത്തിരുന്നു. അവരുടെ അനുസരണത്തിന്റെയും കൂറിന്റെയും പാരമ്യം കണ്ട് സ്നേഹവികാരത്താൽ തരളിതനായി യജമാനൻ സ്വയം ഇറങ്ങി വന്നു അവരെ അകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. ഈ ചിത്രമാണ് വാക്യത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നത്. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവിൻ, സത്യവാൻമാരോടൊപ്പം വർത്തിക്കുവിൻ. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين. ദേവദൂതനെ വെടിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നതും അദ്ദേഹത്തെ അവഗണിച്ച് സ്വന്തം കാര്യം ചിന്തിക്കുന്നതും മദീനാവാസികൾക്കും പരിസര പ്രദേശങ്ങളിലുമുള്ള ബദവികൾക്കും അശേഷം ഭൂഷണമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സഹിക്കുന്ന പശുദാഹങ്ങളും ദേഹപീഡനങ്ങളും സത്യനിഷേധികളെ രോഷാകുലരാക്കുന്ന ഏതു സ്ഥാനത്തും അവർ വയ്ക്കുന്ന ഓരോ ചുവടും ഏതെങ്കിലും ശത്രുവിനോട് അവരുടെ സത്യവിരോധത്തിന്റെ പേരിൽ ചെയ്യുന്ന ഏതു പ്രതികാരവും എല്ലാം തന്നെ ഓരോ സൽക്കർമ്മമായി അവരുടെ പേരിൽ രേഖപ്പെടുത്താതിരിക്കുന്നില്ല. സജ്ജനങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹുവിങ്കൽ പാഴായി പോവുകയില്ല തന്നെ.